In our previous class, we had discussed about what we mean by total internal reflection. അപ്പോൾ എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ കാര്യത്തെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. It is a phenomenon when a light travels from a medium of higher optical density to a medium of lower optical density. The angle of incidence when greater than critical angle, the refracted ray seem to be reflected back towards the same medium. അപ്പോൾ അവിടെ ഒരു ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയത്തിൽ നിന്ന് ഒരു ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നടക്കേണ്ടത് റിഫ്രാക്ഷനാണ്. പക്ഷേ അവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അവിടെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷനാണെന്ത്? when the angle of incidence is greater than the critical angle. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാട്ടറിൻ്റെ ബേസിലുള്ള ക്രിട്ടിക്കൽ ആംഗിളിലെ ഫിഗറാണെന്ത്? ABCD എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഫിഗർ 5.13 ഈ ആണെന്ത്? ഫിനോമിനത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡയഗ്രാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആർ ദി ഫിഗേഴ്സ് ദാറ്റ് ഷോസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാണിക്കുന്ന ഫിഗർ ഏതാണ്? ഇതാണ് ഫിഗർ ഇ ആണല്ലേ. അതുപോലെ സിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. വാട്ട് ഈസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? ഇപ്പോൾ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഏതാണ്ട് 42 ഡിഗ്രിയാണത് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത്. ഇപ്പോൾ ഫിഗർ ഡി നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ചെയർ ആണ്, അവിടെ 42 ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത്. Will total internal reflection takes place when light passing through water is incident on the surface of separation with air at an angle of incidence of 45 degree? If no, why? ഇപ്പോൾ അവിടെ വാട്ടറിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വാട്ടറിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 45 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 45 ഡിഗ്രിയിൽ ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞുള്ള ഫിനോമിന നടക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് വാട്ട് ഈസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ. ഇപ്പോൾ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? ഫിഗർ ബി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ ഈസ് 48.6. അപ്പോൾ 48.6 എന്ന ആംഗിളിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ മാത്രമേ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന പോസിബിളാണ്. അപ്പോൾ ഇവിടെ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദി സെപ്പറേഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ ഈസ് 45 ഡിഗ്രി. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി മാത്രമേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണുന്നുള്ളൂ. സോ ദി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. ഇറ്റ് ഈസ് ബിക്കോസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ ഈസ് 48.6 ഡിഗ്രി and here the angle of incidence is less than that of the critical angle. So the total internal reflection doesn't take place. You have already realized that total internal reflection will take place only if the angle of incidence is greater than the critical angle. അപ്പോൾ അടുത്തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാഡ്ജറ്റിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ എവിടെയൊക്കെ കേസിലാണ് നമ്മൾ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന യൂസ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യത്തെ ഒരു പോയിൻ്റാണത് മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന യൂസ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കേസാണത് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കേസിലാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു ഗാഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 5.14. ഇപ്പോൾ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ത്രൂ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് thousands of signals of different frequencies can be sent to distant places simultaneously, making use of total internal reflection of light. അതിൻ്റെ മെയിനായിട്ടുള്ള പോയിൻ്റാണ് വിത്തൗട്ട് ലൂസിങ് ദി ഇൻറ്റൻസിറ്റി. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ്റെ ഇൻറ്റൻസിറ്റി ലോസ് ചെയ്യാതെ ഡിസ്റ്റൻറ്റ് പ്ലേസസിലേക്ക്, അതേപോലെ തന്നെ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് യൂസ് ചെയ്യാവുന്നതാണ്. ദിസ് പവർഡ് ദി വേ ഫോർ ഒപ്റ്റിക്കൽ ഫൈബർ ബീങ് യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഇൻറ്റൻസിറ്റിയിലുള്ള അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലും സൈമിൾട്ടേനിയസ്ലി നമുക്ക് മെസ്സേജസ് പാസ് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ട് ആരെ ആക്ട് ചെയ്യുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻ ദ ഫീൽഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതായത് എൻഡോസ്കോപ്പ് വഴി നമ്മൾ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷനിൽ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന യൂസ് ചെയ്തിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പ്രിസംസ് ഈസ് യൂസ്ഡ് ഇൻ ബൈനോക്കുലർ നമ്മൾ പ്രിസം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രിസംസ് ഈസ് യൂസ്ഡ് ഇൻ പെരിസ്കോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് മിറേഴ്സ്. അപ്പോൾ നമ്മൾ പ്രിസത്തിൻ്റെ പല കേസസിലും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ബൈനോക്കുലർ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസവും, അതേപോലെ തന്നെ പെരിസ്കോപ്പിൽ നമ്മൾ മിററിൻ്റെ പകരം യൂസ് ചെയ്യുന്ന പ്രിസം എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന യൂസ് ചെയ്തിട്ടാണെന്ത് വർക്ക് ചെയ്യുന്നത്. Optical fiber in the field of treatment. After this invention, optical fiber was first used in the field of medicine for constructing a device called endoscope. Optical fiber cables are used for the diagnosis of diseases and to identify the action of medicines within the human body. This is extensively used in the field of telecommunication as well. Optical fiber മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഈ സൈഡിലുള്ള ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനോട് പറയാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻഡോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷനിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ബൈ യൂസിങ് ദി ഫിനോമിനൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് പോയിൻറ്റ്സ്. മെയിനായി 2 പോയിൻറ്റ്സ് ആണ്, എൻഡോസ്കോപ്പും അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറും. ഇപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്തെന്ന് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നല്ല തറവായിട്ട് പഠിച്ചു വെക്കുക. പഠിച്ചതിന് ശേഷം അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്കുള്ള കാര്യങ്ങൾ 2-3 പോയിൻറ്റ്സേ മെയിനായിട്ടുള്ളൂ. ആ 3 പോയിൻറ്റ്സ് എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് പഠിക്കുക. Moving on to the next topic, lens. When viewed through the water drop that fell on a magazine, a child noticed that there was a change in the size of letters on the page. അപ്പോൾ നമ്മൾ വാട്ടർ ഡ്രോപ്പിലൂടെ ഒരു മാഗസീനിലേക്ക് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ലെറ്റേഴ്സിന് സൈസിൽ എന്തെങ്കിലും ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു മാറ്റം? Provided the letter appear to be bigger in size. അപ്പോൾ എന്തുകൊണ്ടാണ് ലെറ്റർ ബിഗറായിട്ട് തോന്നിയിട്ടുള്ളത്? അപ്പോൾ അവിടെ ഒരു മീഡിയം ചേഞ്ച് വരുന്നതുകൊണ്ടാണ്, അതായത് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന സംഭവിക്കുന്നതുകൊണ്ടാണ് അവിടെ നമുക്ക് ആ ലെറ്ററിൻ്റെ സൈസിൽ ചേഞ്ച് വന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. A lens is a transparent medium having a spherical surface. അപ്പോൾ നമ്മൾ ലെൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു സ്പിയറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത പോലെയാണ് നമുക്ക് ലെൻസിന് കാണാൻ സാധിക്കുക. അതിൻ്റെ ഓരോ എൻഡ്സും ഓരോ സ്പിയറിനെ എന്ത് ചെയ്യും? ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഫിഗർ 5.15 അതേപോലെ തന്നെ 5.16 അവിടെ 2 ലെൻസസിൻ്റെ
ഏർലിയർ സ്റ്റേജസ് പോലത്തുള്ളൊരു സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫിഗർ 5.15 ആണെന്ത് കോൺവെക്സ് ലെൻസ്, ഫിഗർ 5.16 ആണെന്ത് കോൺകേവ് ലെൻസ്. ഇപ്പോൾ 5.16 ചെറിയൊരു കേവ് ലൈക്ക് സെക്ഷൻ ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺകേവ് എന്നാണെന്ത് ഈ ലെൻസിനെ നമ്മളെന്ത് ചെയ്യുക വിളിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ലെൻസിൻ്റെ കുറച്ച് മെയിനായിട്ടുള്ള പോർഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്റ്റിക് സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഒപ്റ്റിക്കൽ സെൻറ്റർ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ലെൻസ്. ഇപ്പോൾ ലെൻസിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്ത് ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. ഫിഗർ 5.17 എയോ ബിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെൻറ്റർ, ആ ഒരു സെൻറ്റർ പോർഷനാണെന്ത് ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ. A lens has two spherical surfaces as part of the lens. Center of curvature C is the center of the imaginary sphere of which the sides of lens are parts. ഇപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമാജിനറി ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ ഇമാജിൻ ചെയ്തിട്ടുള്ള, അതായത് ലെൻസ് മെയ്ഡ് ചെയ്തെന്ന് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ള സ്പിയറിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള അല്ലേ ജോമെട്രിക്കലായിട്ടുള്ള ആ ഒരു സെൻറ്ററിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ഇമാജിനറി പോയിൻ്റാണ്. അടുത്താണ് പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇമാജിനറി ആയിട്ടുള്ള ലൈനാണ് പാസിംഗ് ത്രൂ ഓപ്റ്റിക് സെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. പ്രിൻസിപ്പൽ ഫോക്കസ് ഇവിടെ എക്സ്പെരിമെൻ്റ് ആണ്. Light ray incidence parallel and close to principal axis after refraction converges to a point on principal axis of convex lens. This point is the principal focus of a convex lens. ഇപ്പോൾ ഫോക്കസ് എന്താണെന്ന് നമ്മൾ പറയാൻ പോകും. ഇപ്പം നമുക്കറിയാം, നമ്മൾ റിഫ്ലക്ഷൻ്റെ കേസിൽ ഫോക്കസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ബീം ഓഫ് റേ ട്രാവൽസ് പാരലൽ ടുവാർഡ്സ് ദി മിറർ ആൻഡ് പെർപെൻഡിക്കുലർ ഇൻ സൈസ്. അപ്പോൾ നമുക്ക് പാരലായിട്ട് മിററിലേക്ക് വരുന്ന റേ പാസ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരു സെക്ഷൻ, അതായത് പ്രിൻസിപ്പൽ ആക്സിസിൽ ആ റിഫ്ലക്റ്റഡ് റേ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മളെന്ത് പറയുന്നത് ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലെൻസിൻ്റെ കേസസിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടൊരു റേ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് റിഫ്രാക്റ്റ് ചെയ്തിട്ട് ആ പ്രിൻസിപ്പൽ ആക്സിസായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണെന്ത് പ്രിൻസിപ്പൽ ഫോക്കസ് ഓർ ഫോക്കസ് പോയിൻ്റ്. Light ray incidence parallel and close to the principal axis after refraction converges to a point on principal axis of convex lens. This point is the principal focus of convex lens. ഇപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ കേസാണ് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺവെക്സ് ലെൻസിൻ്റെ കേസ് എടുത്ത് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് കോൺകേവ് ലെൻസിൻ്റെ കേസ് നമ്മൾ സ്ട്രെസ് കൊടുക്കാത്തെന്ന് പറയുന്നതാണ്. How many principal foci does a convex lens have? ഇപ്പോൾ എത്ര പ്രിൻസിപ്പൽ ഫോക്കസ് ആണത് കോൺവെക്സ് ലെൻസിന് കാണാൻ സാധിക്കും? ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് ഒറ്റയൊന്നേ ഉള്ളൂ അല്ലേ. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ്. ഇപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിനെ പറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. ഇപ്പോൾ കോൺകേവ് ലെൻസ് ഈസ് കോൾഡ് ഡൈവേർജിങ് ലെൻസ്. ഇപ്പോൾ റേസിന് എന്ത് ചെയ്യാണ് മൂവിങ് എവേ എന്നൊരു ഫിനോമിനത്തിലേക്ക് കടത്തി വിടുകയാണ് ആര് കോൺകേവ് ലെൻസസ്. ഇപ്പോൾ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇപ്പോൾ റേസ് ആർ ട്രാവലിംഗ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് when they meet at the lens the rays are diverging away. ഇപ്പോൾ ഡൈവേർജ് ചെയ്ത് പോവാണ്. അപ്പോൾ അതെന്ത് ചെയ്യില്ല, ആ റേസ് ദേ ആർ നോട്ട് ഗോയിങ് ടു മീറ്റ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിൽ എന്ത് ചെയ്യില്ല, മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസസിൽ നമ്മളെന്താണ് കൺസിഡർ ചെയ്യുക, വി ഇമാജിൻ അവർ സെൽഫ്. ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞ പോയിന്റ്
സ്റ്റാർട്ട് ചെയ്യുന്നതാണത് എല്ലാ റേസിനാണ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആ റേസിനെ ജസ്റ്റ് ഒന്ന് ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പം പ്രിൻസിപ്പൽ ആക്സിസിൽ നമ്മൾ ഇമാജിനേറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുള്ള റേസ് മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് നമ്മൾ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റ് റേ ഇൻസിഡൻസ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ഡൈവേജ് ഫ്രം വൺ അനദർ ആഫ്റ്റർ റിഫ്രാക്ഷൻ. ഇപ്പോൾ ഡൈവേജ് ചെയ്ത് പോകണം, മൂവിങ് എവേ ആണ്. These rays appears to originate from a point on the same side. This point is the principal focus of a concave lens. ഇപ്പോൾ ആ റേസ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒരിക്കലും പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിൽ റിയൽ ആയിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ വി ആർ ഗോയിങ് ടു ഇമാജിൻ ദാറ്റ് ദ റേസ് ആർ കമ്മിങ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസും അതേപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിനെ പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയ മനസ്സിലാക്കി വിചാരിക്കും. Why is it said that the principal focus of concave lens is virtual? അപ്പോൾ എന്തുകൊണ്ടാണ് വെർച്വൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഇമാജിനറി ഫോക്കൽ പോയിന്റ് അല്ലേ. ഇപ്പോൾ റിയൽ അല്ല, അത് നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്തൊരു ഫോക്കൽ പോയിൻ്റാണ്. It is impossible to produce a real convergence of light using a concave lens. Therefore, the principal axis of concave lens is virtual. But it is impossible to produce a real convergence of light using a concave lens. ഇപ്പോൾ കോൺകേവ് ലെൻസ് എന്താണ്, ഡൈവേജിങ് ലെൻസാണ്. അപ്പോൾ അവിടെ കൺവേർജൻസ് എന്നൊരു ഫിനോമിന നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ളൊരു ഫോക്കസ് അതിന് ഉണ്ടാവില്ല. നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ള കാര്യമാണെന്ത്, കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിനെ പറ്റിയുള്ള കാര്യങ്ങൾ.